എല്ലാവർക്കും നമസ്കാരം. വണ്ടർകാടമത്തിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ വെൺമണി എന്ന അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമപ്രദേശത്താണ്. വണ്ടർകാടമം ഇങ്ങനെ നമ്മുടെ ഏലത്തോട്ടത്തിലുള്ള വിസിറ്റുകളിലൂടെ നടക്കുകയായിരുന്നു. രാപ്പകലില്ലാതെ ഏലത്തോട്ടങ്ങളിലൂടെ ഓട്ടമാണ്. നമ്മുടെ കർഷകർ അതുപോലെയാണ് നമ്മളെ അവരുടെ ഏലത്തോട്ടങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചെറിയ ഇടവേള നമ്മൾ എടുത്തുകൊണ്ട് ഇന്നൊരു നമ്മൾ ഷൂട്ടിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏലകൃഷിയിലെ രണ്ടാം വിപ്ലവം വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നമ്മൾ ഇതുവരെ എത്തിപ്പെടാത്ത പ്രദേശങ്ങളില്ല ഇടുക്കി ജില്ലയിൽ. അതിനോടൊപ്പം തന്നെ കർഷകരിലേക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത്. നമ്മുടെ എപ്പിസോഡുകളെല്ലാം കർഷകരുടെ അനുഭവങ്ങൾ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുരുമുളകിൻ്റെ രണ്ടാം വിപ്ലവമാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ അനുഭവസ്ഥനായ പ്രവീണിയേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങളുടെ കുരുമുളക് ചെടികൾ എത്ര മോശമുള്ളതായെങ്കിലും എത്ര വളരത്തില്ലെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിലും അതെല്ലാം പക്കയായിട്ട് നമ്മുടെ കുരുമുളകുകൾ കൊണ്ട് നിറയുന്ന ഒരു കുരുമുളക് കൃഷിയാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. കർഷകർ ഉപയോഗിച്ച് അവരുടെ അനുഭവം തുറന്നു പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് പെപ്പർ സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കുരുമുളക് ചെടികൾ അത്രമാത്രം കുരുമുളക് കൊണ്ട് നിറയും. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പ്രവീണേട്ടാ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമുള്ള അനുഭവം എന്ന് പറഞ്ഞു. ഈ പ്രോഡക്റ്റ് ഇപ്പം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 ദിവസമായിട്ടുള്ളൂ. 15 ദിവസത്തിൽ ആദ്യത്തെ ഒരു റൗണ്ട് നമ്മൾ അടിച്ച് ഇപ്പോൾ 15 ദിവസമായി. ആ 15 ദിവസം അപ്പം നല്ല രീതിയിൽ ചെടിക്ക് പക്കടിച്ച് നല്ല രീതിയിൽ ഇലയടിച്ച് ആ ഇലകൾക്ക് തന്നെ നല്ല മറ്റുള്ള സ്പോട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉള്ളതായിട്ടോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളല്ല, നല്ല ഇല വന്ന് അതിൽ നല്ലപോലെ തിരി അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട് ഇപ്പം ഈ ചെടി. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെടികൾക്കുണ്ടായ മാറ്റം എന്നല്ലേ. അതെ, കാരണം ഇവിടെ നേരത്തെ തൊട്ട് ഈ ഒരു കുരുമുളക് കൃഷി നടത്തുന്നതായിരുന്നു. പക്ഷേ പ്രവീണിയേട്ടൻ മെയിനായിട്ട് ഏലകൃഷിയിൽ ഫോക്കസ് ചെയ്തതിനിടയ്ക്ക് നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് അവിചാരിതമായിട്ടൊരു ബ്ലാക്ക് പെപ്പർ ഈ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് നമ്മൾ എത്തിച്ചു കൊടുത്തു. ചുമ്മാ ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം റിസൾട്ടാണ് ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ ഈ ഒരു തോട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് കുരുമുളക് ചെടികൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് എടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണവും. എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ നമ്മുടെ ഈ ഒരു കുരുമുളക് ചെടി ഇങ്ങനെ വളർന്നവർ? ഇത്ര മാറ്റം വരും എന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ പ്രശ്നങ്ങൾ കാണുമ്പം ഇങ്ങനെ കറുത്ത ബ്ലാക്ക് സ്പോട്ടുകളും ഒക്കെ ഇലകൾ അടിയിലകളിലുണ്ടായിരുന്നു. ഇത് അടിച്ചതിന് ശേഷം വരുന്ന പുതിയ ഇല എന്ന് പറഞ്ഞാൽ നല്ല ഇലകളാണ് വരുന്നത്, നല്ല തളരിയിലാണ് വന്നേക്കുന്നത്. അതിനെല്ലാം തന്നെ നമുക്ക് വള്ളി അടിച്ചിട്ടുമുണ്ട്. പ്രവീണ, ഇതേ ഈ കുരുമുളക് ഈ ചെടിയില്ലേ, ഇതിപ്പോൾ എത്ര വർഷമായതാ? ഇതിപ്പോൾ ഒരു 3 വർഷം ആയതാ. 3 വർഷമായതാ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് അടിച്ചിട്ട് ഇവത്തേലുണ്ടായ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട നിങ്ങളെ ശ്രദ്ധ ആകർഷിച്ചത് എന്താണ്? ഏറ്റവും ആദ്യമായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇലകളിൽ ഇങ്ങനെ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഇതുണ്ട്, ഒരു അയണ്ട പോലത്തെ ഒരു സ്പോട്ടുകൾ ഇങ്ങനെ വന്നായിരുന്നു. ഇത് ഈ മരുന്ന് അടിച്ചതിന് ശേഷം പിന്നെ വരുന്ന ഇലകൾ എന്ന് പറഞ്ഞാൽ ഇതിനെ കണ്ടറിയാം, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ്. എല്ലാം മുൻഭാഗത്ത് വന്നേക്കുന്ന ഇലകളെല്ലാം നല്ല ഇലകളാണ്. ആ ഒരു സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് നമുക്ക് തിരിയോ എന്നൊക്കെ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ഈ മരുന്ന് അടിച്ചതിന് ശേഷമാണ് നല്ല രീതിയിൽ തിരിയും ഇതുപോലെ തന്നെ ഇലകളൊക്കെ നല്ലൊരു ആരോഗ്യമുള്ള ഇലകളായി മാറിയത്. അതുപോലെ തന്നെ സെക്കൻഡ് അല്ലേ? അതെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കണ്ടുവരുന്നത് ആദ്യത്തെ ഒരു ലീഫ് അടിച്ചിട്ട് ഇത്ര സമയം കഴിയുമ്പോൾ രണ്ടാമത്തെ ലീഫ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലീഫും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. തിരി അടിക്കുന്നുണ്ട്. അതെ, ഇതുണ്ട് അറിയാം, ഇത് അങ്ങനെ രണ്ടാമത്തെ ലീഫ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ. അതെ. അപ്പോൾ ഇത് അടിച്ച് നമ്മൾ എത്ര പ്രാവശ്യം അടിച്ചത്? ഞാൻ ഒരു പ്രാവശ്യം അടിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം ഇന്നലെ അടിച്ചിട്ടുള്ളൂ. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗക്രമം എങ്ങനെയാണ്? 200 ലിറ്ററിന് 400 ml ആണ് ഇതിന്റെ ഡോസേജ് അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ അടിക്കുന്നത്? എങ്ങനെ മൊത്തം എങ്ങനെ? അതായത് ഇത് മൊത്തമായിട്ട് അങ്ങ് ഇലകളിൽ അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം കുളിപ്പിച്ച് ഞാൻ അടിച്ചിട്ടില്ല. മൊത്തം ഒന്നൊരു സ്പ്രേ പോലെ മൊത്തം അടിക്കുകയാണ് ചെയ്തത്. അതെ അല്ലേ, മൊത്തം സ്പ്രേ പോലെ അടിക്കാം. അപ്പോൾ ഇത് നമുക്ക് 1 ലിറ്ററും കൊണ്ട് എത്ര? 500 ലിറ്റർ കൂട്ടാം. 500 ലിറ്റർ കൂടാം. ഒരു ഏറെക്കുറെ നമുക്ക് എത്ര ചെടിക്ക് വരെ അടിക്കാൻ സാധിക്കും? എനിക്ക് തോന്നുന്നു ഏകദേശം എൻ്റെ ഈ തോട്ടത്തിൽ ഏകദേശം ഒരു 5000 ചെടിയോളം ഉണ്ട്. അതടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അധികം വലിയ എക്സ്പെൻസ് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1100 രൂപ വില ആണ്. അപ്പം ഇത് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് നേരിട്ട് സമീപിച്ചാൽ മതി. അതുപോലെ ഇതിൻ്റെ ചുവടെ തന്നെ നമ്പർ ചേർക്കുന്നുമുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇതിന് ആരോഗ്യപരമായ ഒരു ചെടിക്കും വിപ്ലവകരമായ എന്ന് പറഞ്ഞാൽ കുരുമുളക് കൃഷി രണ്ടാം വിപ്ലവമായി കൊണ്ട് ഈ പ്രോഡക്റ്റ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
പ്രവീണ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രേക്ഷകർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് തൊടുപുഴ താലൂക്കിൽ നമ്മുടെ ഹൈറേഞ്ചിനെ അപേക്ഷിച്ച് കാലാവസ്ഥയിൽ വളരെയേറെ മാറ്റമുള്ള ഒരു സ്ഥലമാണ്. അങ്ങ് കർണാടകയിലും കൊടകിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലുള്ള നമ്മുടെ ഈ ഒരു കുരുമുളക് കർഷകർക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉൽപ്പന്നത്തിന്റെ സേവനം കുരുമുളക് കൃഷിയുടെ ഒരു രണ്ടാം വിപ്ലവം നിറച്ചുകൊണ്ട് നമ്മുടെ കുരുമുളക് കൃഷി അത്രമാത്രം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൊടിത്തോട്ടത്തിൽ ഉപയോഗിക്കേണ്ട സമയം. ഇത് ഇപ്പോൾ നമുക്ക് അടിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 15 ദിവസത്തിന് ശേഷം അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് കൊടുക്കുക, വീണ്ടും 15 ദിവസത്തിന് ശേഷം തേർഡ് സ്റ്റെപ്പ്, അതിനുശേഷം 15 ദിവസം കഴിഞ്ഞ് ഫോർത്ത് സ്റ്റെപ്പ്. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉപയോഗക്രമം നമ്മുടെ തോട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോഴാണ് ഈ ഒരു ഉൽപ്പന്നം കൊടിത്തോട്ടത്തിൽ കൊടുക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സമയമെന്ന് പറയുന്നത്.